സെക്കൻഡ് ചാൻസ്. രചന മെർലിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൾ കണ്ണുകൾ തുറന്ന്. അവളുടെ ചുണ്ടുകൾ അല്പം വിറയുന്നു. തണുത്ത കാറ്റ് മുറിയിലെ കനൽ തിളക്കത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നലത്തെ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് ഒഴുകി വന്നു. അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ദിവസമായിരുന്നു അത്. ഇന്നലെ രാത്രി ഫോൺ മുഴങ്ങുന്ന ശബ്ദം അവൾ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഹലോ ദേവു, നീ എവിടെയാ? 10 മണിക്ക് ക്ലെയിൻസ് എത്തും, നീ വേഗം വാ. മറുവശത്തു നിന്നുള്ള ശബ്ദം അല്പ അസഹിഷ്ണുതയോടെ പറഞ്ഞു. ഫോൺ കട്ടായി. അവൾ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. തണുത്ത വെള്ളം മുഖത്ത് വീണപ്പോൾ അതിന്റെ തണുപ്പ് ശരീരത്തിലൂടെ പടർന്നു. പക്ഷെ അവളുടെ ചിന്തകൾ അതേ പാതയിലായിരുന്നു, വീണ്ടും പഴയ ഓർമ്മകളിലേക്ക്. ഞാൻ ദേവിക വർമ്മ, അവൾ തന്റെ മനസ്സിൽ പുൻചിരിയോടെ പറഞ്ഞു. പ്രകാശ് വർമ്മയുടെയും രേവതി വർമ്മയുടെയും ഏക മകൾ. അച്ഛൻ ബിസിനസ്സുകാരൻ, അതുകൊണ്ട് തന്നെ ഞാൻ MBA ചെയ്തു. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ബിസിനസ്സായ വർമ്മ ക്ലോത്തിങ്സിൽ CEO ആയിട്ട് ജോലി ചെയ്യുന്നു. കുഞ്ഞു വയസ്സ് മുതൽ അവളുടെ എല്ലാ സ്വപ്നങ്ങളും അച്ഛൻ തന്നെയാണ് നിറവേറ്റിയത്. അവൾക്ക് അച്ഛൻ വെറും പിതാവല്ല, ഏറ്റവും നല്ല സുഹൃത്തു, ഉപദേശകനും ആശ്രയവുമായിരുന്നു. അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ അച്ഛനോട് തുറന്നു പറയും, അവനെക്കുറിച്ച് ഒഴികെ. അതെ, അവനെക്കുറിച്ച് ഒഴികെ മാത്രം. വിവേക് കൃഷ്ണ, അവൾ പഠിച്ച കോളേജിലെ ചെയർമാൻ, പാർട്ടി സെക്രട്ടറി, കൾച്ചറൽ ലീഡർ, എല്ലായിടത്തും 1ാം സ്ഥാനം നേടിയവൻ. അവന്റെ ചിരിയും ആത്മവിശ്വാസവും ഒട്ടുമിക്ക പെൺകുട്ടികളെ അവന്റെ ചുറ്റും അടുപ്പിച്ചു. പക്ഷേ ദേവികൾക്ക് അവനോട് ഒരിക്കൽ പോലും സൗഹൃദം തോന്നിയിരുന്നില്ല. അവനെ കാണുമ്പോൾ അവളുടെ മനസ്സിൽ എന്തോ വിചിത്രമായ വിഷമം, അതിനൊപ്പം ഒരു അന്യായമായ ആകർഷണം. സ്വതന്ത്രതയുടെ പേരിൽ പൊരുതുന്ന, ആരോടും വഴങ്ങാത്ത ദേവിക. അതിനാൽ തന്നെ കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം വിവേക് കൃഷ്ണ തന്നെയായിരുന്നു. എല്ലാവർക്കും അവന് ഇഷ്ടമായിരുന്നു. അവനും എല്ലാവരോടും സൗഹൃദം പുലർത്തി. പക്ഷേ അവനൊരിക്കലും ദേവികയെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ കണ്ണുകൾ വീണ്ടും കണ്ണാടിയിൽ പ്രതിഫലിച്ചു. തണുത്ത വെള്ളത്തിന്റെ തുള്ളികൾ അവളുടെ മുഖത്ത് തിളങ്ങി നിൽക്കുമ്പോൾ അവൾ മന്ദാസിച്ചു. ശരി, മേ ബി ദാറ്റ്സ് വെയർ ഇറ്റ് ഓൾ ബിഗിൻ. അവൾ തന്റെ റിഫ്ലക്ഷനോട് മന്ദമായി പറഞ്ഞു. ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കം. പക്ഷെ അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഇന്നലെയുടെ അർത്ഥം തീരാത്ത ചോദ്യം പോലെ നിലനിന്നു. കോൺഫറൻസ് റൂമിലെ കൂടിക്കാഴ്ച. ദേവിക ലിഫ്റ്റിൽ കയറുമ്പോൾ തന്റെ പ്രൊഫഷണൽ മാസ്ക് മുഖത്ത് ദൃഢമായി ഉറപ്പിച്ചു. കാറിൽ വെച്ച് മനസ്സിനെ അലട്ടിയ പഴയ ഓർമ്മകളോ ഇന്നലെ രാത്രിയിലെ വിവേക് കൃഷ്ണയുടെ നിസ്സംഗതയോ തന്റെ ജോലിയെ ബാധിക്കാൻ അവൾ അനുവദിക്കില്ല. വർമ്മ ക്ലോത്തിങ്സിന്റെ CEO എന്ന നിലയിൽ അവളുടെ ശ്രദ്ധ ഇനി വരാനിരിക്കുന്ന ക്ലയന്റ് മീറ്റിംഗിൽ മാത്രമായിരിക്കും. 10ാം നിലയിലെ കോൺഫറൻസ് റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ ദേവികയുടെ കണ്ണുകൾ മുറിയുടെ ഒരു കോണിലേക്ക് തറഞ്ഞു നിന്നു. ചില്ലുപാടികളാൽ തീർത്ത ആ മുറിയിൽ അവളുടെ മാനേജർ ശ്രീനിവാസൻ ചില പേപ്പറുകൾ അടുക്കി വെക്കുന്നുണ്ടായിരുന്നു, കൂടെ വിവേക് കൃഷ്ണയും. അവൾ കണ്ടത് ശരിയായിരുന്നു. ഇന്നലെ രാത്രി യാദൃശ്ചികമായി കണ്ടുമുട്ടിയ അതേയാൾ. എന്നാൽ ഇന്നത്തെ വേഷം കൂടുതൽ ഔദ്യോഗികവും അയാളുടെ ശരീരഭാഷ കൂടുതൽ അധികാരമുള്ളതുമായിരുന്നു. ആ ദേവു, നീ വന്നല്ലോ. ഇദ്ദേഹമാണ് മിസ്റ്റർ വിവേക് കൃഷ്ണ, നമ്മുടെ പുതിയ ക്ലയൻസായ വിവേക് കൃഷ്ണ ആൻഡ് കോയുടെ ഹെഡ്. ഇദ്ദേഹമാണ് നമ്മുടെ പുതിയ ഡീലിന് ചുക്കാൻ പിടിക്കുന്നത്. ശ്രീനിവാസൻ സന്തോഷത്തോടെ പരിചയപ്പെടുത്തി. വിവേക് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വർഷങ്ങൾ അയാളെ കൂടുതൽ ആകർഷകനാക്കിയിരിക്കുന്നു. കോളേജ് കാലത്തെ ആത്മവിശ്വാസമുള്ള ചിരിയിൽ ഇപ്പോൾ ബിസിനസ് ലോകത്തിന്റെ മൂർച്ചയും ഗൗരവവും കലർന്നിരുന്നു. ഇന്നലെ രാത്രി കണ്ടുമുട്ടിയപ്പോൾ തനിക്ക് നേരെ വെച്ച് നീട്ടിയ അതേ നിസ്സംഗതയുള്ള ഭാവം. ഹലോ മിസ് ദേവിക വർമ്മ, ഇറ്റ്സ് എ പ്ലഷർ ടു ഫൈനലി മീറ്റ് ദി CEO ഓഫ് വർമ്മ ക്ലോത്തിങ്സ്. വിവേക് കൈനീട്ടി. അവന്റെ ശബ്ദം പഴയതിലും ഖനമുള്ളതും ഉറച്ചതുമായിരുന്നു. പ്ലഷർ എനിക്കാണ് മിസ്റ്റർ വിവേക് കൃഷ്ണ. ദേവിക ഒരു നിമിഷം പോലും വൈകാതെ തന്റെ ഉള്ളിലെ ഭൂതകാലത്തെ അടക്കി പിടിച്ച് പൂർണ്ണമായ പ്രൊഫഷണലിസത്തോടെ കൈ കൊടുത്തു. അവരുടെ കൈകൾ കോർത്തപ്പോൾ ദേവികയുടെ മനസ്സിൽ ഇന്നലെ രാത്രിയിലെ സംശയം തീർച്ചയായി. ഇവൻ തന്നെ മറന്നിട്ടില്ല. ഈ ഔദ്യോഗികമായ സമീപനം ഒരു അഭിനയം മാത്രമാണ്. അവൾക്ക് നേരെ ഒരു കളി തുടങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം. നിങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഒരു കോളേജിലായിരുന്നില്ലേ പഠിച്ച്? ശ്രീനിവാസൻ സംശയം പ്രകടിപ്പിച്ചു. വിവേകുടൻ മറുപടി നൽകി. ഞങ്ങൾ ഒരേ കോളേജിലുണ്ടായിരുന്നു മിസ്റ്റർ ശ്രീനിവാസൻ. പക്ഷേ മിസ് ദേവിക എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങളുടെ പാത്സ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല, അത്ര പരിചയമൊന്നുമില്ല. സീനിയർ എന്ന വാക്കിൽ അവൻ അല്പം ഊന്നൽ നൽകിയ ദേവിക ശ്രദ്ധിച്ചു. അവൻ തന്നെ കളിയാക്കുകയാണ്. പാത്സ് ക്രോസ് ചെയ്തില്ലേ? ദേവിക ചിന്തിച്ചു. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ അവരുടെ രൂക്ഷമായ വാഗ്വാദങ്ങൾ, വിവിധ പരിപാടികളുടെ അവരുടെ മത്സരങ്ങൾ, അതൊന്നും പാത്സ് ക്രോസ് ചെയ്തതായി അവന് കണക്കാക്കിയില്ലേ? അതോ ഇന്നലെ രാത്രി താൻ പറഞ്ഞ വർമ്മ ക്ലോത്തിങ്സിന്റെ CEO എന്ന സ്ഥാനത്തിന് മുമ്പിൽ കോളേജ് ജീവിതത്തിലെ ഞെളിച്ചം അവനൊന്നുമില്ലാതായി മാറിയോ? എന്തായാലും ബിസിനസ് കാര്യങ്ങളിലേക്ക് കടക്കാം. ദേവിക സംസാരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ തന്നെ ലാപ്ടോപ്പ് തുറന്ന് പ്രസന്റേഷനിലേക്ക് കടന്നു. വർമ്മ ക്ലോത്തിങ്സിന്റെ കഴിവും സാധ്യതകളും അവൾ കൃത്യമായ കണക്കുകളോട് അവതരിപ്പിച്ചു. ദേവികയുടെ വാക്കുകൾ ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു. എങ്കിലും അവളുടെ മനസ്സിലൊരു പോരാട്ടത്തിന്റെ തീ ആളുന്നുണ്ടായിരുന്നു. ഈ ഡീൽ തനിക്ക് നേടണം, അത് കമ്പനിക്ക് വേണ്ടിയാണ്. അതിലുപരി വിവേക് കൃഷ്ണ മുമ്പിൽ തന്നെ കഴിവ് തെളിയിക്കാൻ കൂടിയാണ്. വിവേക് ഓരോ സ്ലൈഡും അതീവ ശ്രദ്ധയോടെ വീക്ഷിച്ചു. അവന്റെ ചോദ്യങ്ങൾ കൃത്യവും മൂർച്ചയേറിയതുമായിരുന്നു. അറിവും ബിസിനസ് ബുദ്ധി അവനിൽ വർഷങ്ങളുണ്ടാക്കിയ മാറ്റം വിളിച്ചോതി. മീറ്റിംഗിന്റെ അവസാനം ഫയലുകൾ അടച്ച് എഴുന്നേൽക്കുമ്പോൾ വിവേക് ദേവികയെ നോക്കി. മിസ് വർമ്മ, നിങ്ങളുടെ പ്രസന്റേഷൻ മികച്ചതായിരുന്നു. നൈസ്.
നമ്മുടെ പ്രൊജക്റ്റ് വിജയകരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടീമുകൾ അടുത്തഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കും. തീർച്ചയായിട്ടും മിസ്റ്റർ കൃഷ്ണ. വർമ്മ ക്ലോത്തിങ്സ് എല്ലാ ക്ലയൻസിനും പ്രൊഫഷണൽ സമീപനം തന്നെയാണ് എടുക്കുക. നിങ്ങളുടെ കമ്പനിയായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദേവിക മറുപടി പറഞ്ഞു. ശ്രീനിവാസൻ വിവേകിന്റെ കൂടെ വാതിൽക്കിലേക്ക് നടന്നു. യാത്ര പറഞ്ഞിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വിവേക് ഒടുവിൽ അവളോട് സംസാരിച്ചു. അവന്റെ സ്വരം വളരെ മെല്ലെയായി, ശ്രീനിവാസിന് കേൾക്കാൻ കഴിയാത്തത്ര ശബ്ദത്തിൽ. മിസ് വർമ്മ, വിവേകമെല്ലാം പറഞ്ഞു. ഞാൻ ഒരുപാട് സീനിയർ ആയിരുന്നവരെ പെട്ടെന്ന് മറക്കാറില്ലെന്ന് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞല്ലോ. ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെയാണ്. ദേവികയുടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു. അവൻ കളിക്കുകയായിരുന്നില്ല, അവൻ പദ്ധതി ഇടുകയായിരുന്നു. ഈ ഡീല് വെറും ബിസിനസ് അല്ല. നിങ്ങൾ കോളേജ് കാലത്ത് വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുകയാണോ മിസ്റ്റർ കൃഷ്ണ? ദേവിക ശാന്തമായി ചോദിച്ചു. വിവേക് ചിരിച്ചു. കോളേജ് കാലത്തെ അതേ ആത്മാർത്ഥമായ ചിരി. വൈരാഗ്യവും അതൊരു കടുത്ത വാക്കായി പോയി. എനിക്കിഷ്ടം അതിനെ രണ്ടാമത്തെ അവസരം എന്ന് വിളിക്കാനാണ് മിസ്റ്റർ വർമ്മ. കോളേജിൽ വെച്ച് തീരാതെ പോയ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഒരവസരം ബിസിനസ്സിൽ. അവൻ പോയി. ദേവിക റൂമിലെ കസേരകൾ തളർന്നിരുന്നു. കളി മാറിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വെച്ച് തുടങ്ങിയ ആ പോരാട്ടം ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്തിന്റെ നിയമങ്ങളോടെ ഒരു രണ്ടാം അവസരത്തിൽ ആരംഭിച്ചിരിക്കുന്നു. വിവേക് കൃഷ്ണയ്ക്ക് ഒരു ഡീലാണ് വേണ്ടതെങ്കിൽ അവനത് ലഭിക്കും. പക്ഷേ എളുപ്പത്തിലാവില്ല. കാരണം ദേവിക വർമ്മ തോൽക്കാൻ തയ്യാറല്ല. കോൺഫറൻസ് റൂമിലെ കട്ടിയുള്ള ചില്ലുവാളികളിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന നഗരക്കാഴ്ചകളിലേക്ക് ദേവിക നോക്കി. വിവേക് കൃഷ്ണയുടെ അവസാനത്തെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ അവസരം. ഈ ഗെയിമിൽ താനാണ് പന്തെന്ന് അവൾക്ക് മനസ്സിലായി. കസേരയിൽ ചാരിയും ദേവിക കണ്ണുകൾ അടച്ചു. കോർപ്പറേറ്റ് ലോകത്തിലെ കടുപ്പ് നിറഞ്ഞ പ്രൊഫഷണൽ മാസ് കഴിഞ്ഞുപോയി. അവളുടെ ഉള്ളിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കോളേജ് ക്യാമ്പസിന്റെ മണമെത്തി. 4 വർഷം മുമ്പ് സെന്റ് ആൽബർട്ട് കോളേജ്, കൊച്ചി. പുറത്ത് വേനൽ മഴയുടെ നേരിയ തണുപ്പുണ്ടായിരുന്നു. യൂണിയൻ ഓഫീസ് റൂമിൽ ജനലിനടുത്തുള്ള തടിബെഞ്ചിൽ ദേവിക ഇരിക്കുമ്പോൾ അവൾക്കൊരു പരീക്ഷയുടെ ചൂടുണ്ടായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന്റെ ടെൻഷൻ. അവൾ അപ്പോൾ ആ കോളേജിന്റെ റൂൾ ബുക്കായിരുന്നു. മിടുക്കിയായ സീനിയർ, ക്ലാസ് ടോപ്പർ, മികച്ച പ്രാസംഗിക. അതുകൊണ്ട് തന്നെ ജൂനിയർ ബാച്ചിൽ തനിക്കെതിരെ മത്സരിക്കാൻ ധൈര്യം കാണിച്ച ആ ചെറുപ്പക്കാരനെ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. വിവേക് കൃഷ്ണ. വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് വന്നു. മഴയിൽ നനഞ്ഞ മുടികൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. കയ്യിലെ ഫയലുകൾ മേശപ്പുറത്ത് വെച്ച് അവൻ തല ഉയർത്തി അവളെ നോക്കി. ആ നോട്ടത്തിൽ എപ്പോഴും ഒരു തരം വഷളം ചിരി ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവളോടുള്ള വെല്ലുവിളി. മിസ് സീനിയർ വർമ്മ. വിവേക് കസേര വലിച്ചിട്ടിരുന്നു. ഇന്ന് സ്റ്റുഡൻസ് കൗൺസിലിൽ എൻ്റെ പ്രസംഗത്തിന് ഒരുപാട് കയ്യടി കിട്ടി. നിങ്ങളുടെ പ്രസംഗം അല്പം ഔട്ട്ഡേറ്റഡ് ആയിരുന്നെന്ന് തോന്നുന്നു. ഒരു ചേഞ്ച് കൊടുക്കണം. ദേവികയുടെ നെറ്റി വിളിഞ്ഞു. മിസ്റ്റർ ജൂനിയർ കൃഷ്ണ, കയ്യടി കിട്ടുന്ന കേവലം വാചാടോപം കൊണ്ടാവാം. എന്നാൽ സ്റ്റുഡൻസ് വോട്ട് ചെയ്യുന്ന വർഷങ്ങളായിട്ടുള്ള എൻ്റെ കഴിവിനെ വിശ്വസിച്ചാൽ യൂണിയൻ എന്ന് വെറും ഷോ ഓഫ് അല്ല. നിങ്ങൾക്കതിൻ്റെ ഭാരം താങ്ങാൻ കഴിയില്ല. ഭാരം താങ്ങാൻ എനിക്ക് കഴിയില്ലെന്നോ? വിവേക് ചിരിച്ചു. ആ ചിരിയിൽ ദേവികയുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം പാളിപ്പോയി. കോപത്തോടെ മുഖം തിരിച്ചെങ്കിലും ആ ചിരി എത്ര ആകർഷകമാണെന്ന് അവൾ അറിയാതെ ഓർത്തു. വിവേക് അവൾക്കടുത്തേക്ക് ചെറുതായി ചെരിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും മിസ് വർമ്മ, നിങ്ങളുടെ എല്ലാ ക്ലാസ് നോട്ടുകളും ഓരോ യൂണിയൻ പ്രൊജക്റ്റുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ സമീപനം എനിക്കിഷ്ടമാണ്. പക്ഷേ കോളേജ് ജീവിതം കുറച്ചുകൂടി ഫണ്ണാവണം. എനിക്കതിന് കഴിയും. അവൾ മിണ്ടിയില്ല. ശ്രദ്ധിക്കാറുണ്ട് എന്ന വാക്ക് അവളുടെ മനസ്സിൽ വട്ടം കറങ്ങി. സത്യത്തിൽ അവർ തമ്മിലുള്ള ഈ വൈരം ഒരു അഭിനയം മാത്രമായിരുന്നു. ദേവികയുടെ കണ്ണുകൾ വിവേകിന്റെ ഓരോ ചലനവും പിന്തുടർന്നു. അവൻ കൂട്ടുകാരുമായി ചിരിക്കുന്നു, ക്യാൻറ്റീനിലെ സംസാരം, ബാസ്കറ്റ്ബോൾ കോർട്ടിൽ അവന്റെ ശ്രദ്ധയോടെയുള്ള കളി. അവന്റെ കണ്ണിൽ നോക്കാതിരിക്കാൻ അവൾ മനഃപൂർവ്വം ശ്രമിച്ചു. അതേപോലെ വിവേകും. അവന്റെ ഓരോ കളിയാക്കലുകളും ദേവികയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും അവളുടെ പ്രസംഗങ്ങളെ വിമർശിച്ചതുമെല്ലാം സ്വന്തം അഹന്തയെ തൃപ്തിപ്പെടുത്താനോ അവൾക്ക് മറുപടി പറയാനോ വേണ്ടി മാത്രമായിരുന്നില്ല. ദേവിക വർമ്മയുടെ കണ്ണുകൾ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടിയായിരുന്നു. അവളുടെ കൃത്യതയും ഒതുങ്ങിയ സംസാര ശൈലിയും ഏത് വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും അവന് വല്ലാതെ ആകർഷിച്ചിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിലെ വാശി പുറത്തേക്ക് വന്നത് ഈഗോയുടെ രൂപത്തിലാണ്. അവളൊരു ജൂനിയർ വിദ്യാർത്ഥി അംഗീകരിക്കുന്നത് അവൾക്കൊരു കുറച്ചിലായിരിക്കുമെന്ന് അവൻ ഭയന്നു. ഒരു ദിവസം ലൈബ്രറിയിലെ തിരക്കിൽ ഒരു പുസ്തകമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ കൈകൾ കോർത്തു. ഒരു നിമിഷം ആകസ്മികമായ സ്പർശനം ഇരുവരുടെയും ശരീരത്തിൽ ഒരു വൈദ്യുത പ്രവാഹമുണ്ടാക്കി. സോറി. ദേവിക പുസ്തകം വലിച്ചെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. അവളുടെ മുഖം തുടുത്തിരുന്നു. വിവേക ആ സ്ഥലത്തേനെ നിന്നുപോയി. അവന്റെ കയ്യിൽ അവളുടെ വിരലുകളുടെ മൃദുത്വം തങ്ങി നിന്നിരുന്നു. അന്ന് വൈകുന്നേരം കോളേജ് ഗേറ്റിൽ വെച്ച് എന്നെ കാത്തിരുന്ന വിവേകിനെ ദേവിക കണ്ടു. അവൻ പതിവില്ലാത്ത ഗൗരവത്തിലായിരുന്നു. മിസ് വർമ്മ, അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ? ചോദ്യം കേട്ട് ദേവികയുടെ ലോകം നിശ്ചലമായി. അവളുടെ ഹൃദയം വാതിൽ തകർത്ത് പുറത്തു വരുമെന്ന് തോന്നി. അവളുടെ വായിൽ ഉത്തരമുണ്ടായിരുന്നു. അതെ,
പക്ഷേ വർഷങ്ങളായി അവൾ കെട്ടിപ്പടുത്ത പ്രതിച്ഛായ, അവരുടെ പരസ്പരമുള്ള പോരാട്ടം, ഇതൊന്നും അവൾക്ക് ആ വാക്ക് പറയാൻ അനുവദിച്ചില്ല. എന്തായി പറയുന്ന മിസ്റ്റർ കൃഷ്ണ? ദേവിക ചിരിക്കാൻ ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ സീനിയറാണ്, യൂണിയൻ ഇലക്ഷനിൽ എൻ്റെ എതിരാളി. നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ അസംബന്ധമാണ്. അസംബന്ധോ? അവൻ്റെ കണ്ണുകളിൽ നിരാശ നെളിച്ചു. അപ്പോൾ ലൈബ്രറി വെച്ചുള്ളത് ഒരു ആകസ്മിക സ്പർശനം മാത്രമായിരുന്നു. ദേവിക കടുപ്പിച്ച് പറഞ്ഞു. ഞാൻ ഒരുപാട് ജൂനിയർ ആയിരുന്നവരെ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല മിസ്റ്റർ കൃഷ്ണ. നിങ്ങളുടെ വഷളം ശരി അമിതമായ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പാത വേറെയാണ്, നിങ്ങളുടേത് വേറെ. ആ വാക്കുകൾ വിവേക് പ്രതീക്ഷിച്ചതല്ല. അവൻ്റെ മുഖത്തെ ഗൗരവം തണുത്തുറഞ്ഞു. അവൻ്റെ വാശിയോ അഹന്തയും ഉണർന്നു. നന്നായി മിസ് വർമ്മ. അവൻ തലയാട്ടി. നിങ്ങളുടെ പാതയിൽ വിജയിക്കാൻ ആശംസകൾ. എൻ്റെ പാത ഫണ്ടാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും ഭാവിയിൽ നമ്മൾ തമ്മിലുള്ള പാത ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊന്നൊരു തടസ്സമില്ലെന്ന് ഞാൻ കരുതുന്നു. അവൻ തിരിഞ്ഞടന്നു. യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വിവേക് ചെറിയ മാർജിനിൽ ജയിച്ചു. ദേവിക തോറ്റെങ്കിലും അവളുടെ ഹൃദയം തകർത്ത ആ തോൽവിയായിരുന്നില്ല. കോളേജ് കാലത്ത് അവരുടെ പാതകൾ ഒരിക്കലും ക്രോസ് ചെയ്യില്ലെന്ന് അവൾ വിവേകിനോട് പറഞ്ഞ കടുത്ത വാക്കുകളായിരുന്നു. അവളുടെ ഈഗോ വിവേകിന്റെ വാശിയോട് ചേർന്ന് അവർക്കിടയിൽ ഇഷ്ടത്തെ ഇല്ലാതാക്കി. തിരികെ കോൺഫറൻസ് റൂമിൽ ദേവിക കണ്ണു തുറന്നു. കൈവേളയിൽ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. അന്ന് വിവേക് കൃഷ്ണ, ജൂനിയർ എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത ആ പയ്യൻ, ഇന്ന് തൻ്റെ മുമ്പിൽ പുതിയ ക്ലൈൻ്റായി നിൽക്കുന്നു. പാത്സ് ഒരിക്കലും ക്രോസ് ചെയ്തില്ല എന്ന് ഇന്നവൻ പറഞ്ഞപ്പോൾ അതിൽ അവളോടുള്ള പ്രതികാരമുണ്ടായിരുന്നു. രണ്ടാമത്തെ അവസരം. ദേവിക കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഒരു സിഇഒയുടെ പ്രൊഫഷണൽ ഭാവം തിരികെ എത്തി. ഈ അവസരം ബിസിനസ്സിൽ മാത്രമായി ഒതുങ്ങില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ ഡീൽ വെറും ബിസിനസ് ആയിരിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പോരാട്ടം ഒടുവിൽ അവരുടെ പാതകളെ ഒന്നിപ്പിക്കാൻ പോവുകയാണ്. വൈകുന്നേരം 6 മണി. വിവേകിന്റെ കമ്പനിയുമായുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഹെഡ് ഓഫീസിലെ 20-ാം നിലയിലെ വെയിറ്റിംഗ് ലോഞ്ചിൽ ദേവിക കാത്തുനിന്നു. കോഫി കപ്പ് മേശപ്പുറത്ത് വെച്ച് അവൾ ഫോണിൽ അടുത്ത ദിവസത്തെ മീറ്റിംഗ് അജണ്ടകൾ നോക്കി. തണുപ്പുള്ള എയർ കണ്ടീഷൻ ചെയ്ത റൂമിലും അവളുടെ ഉള്ളിൽ ഒരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു. വാതിൽ തുറന്ന് വിവേക് പുറത്തു വന്നു. അവന്റെ കൂടെയുണ്ടായിരുന്ന ബിസിനസ് പാർട്ണറെ യാത്രയാക്കിയ ശേഷം വിവേക് നേരെ ദേവികയുടെ അടുത്തേക്ക് വന്നു. മിസ് വർമ്മ, അവൻ വിളിച്ചു. പഴയതിലും സൗമ്യമായ സ്വരം, എങ്കിലും അതിൽ എപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരുന്ന വഷളം ചിരിയുടെ ഒരു അംശം ഇപ്പോഴുമുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ഡിന്നർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡീലിന്റെ വിജയാഘോഷം മുന്നേ തുടങ്ങാന്ന് വെച്ചു. ദേവിക തലയുയർത്തി അവനെ നോക്കി. മിസ്റ്റർ കൃഷ്ണ, ഡീൽ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അതുവരെ ആഘോഷങ്ങൾ ആവശ്യമില്ല. അതിലുപരി എൻ്റെ ഷെഡ്യൂൾ ടൈറ്റാണ്. അറിയാം. വിവേക് കസേര വലിച്ചിട്ട് അവൾക്ക് അഭിമുഖമായിരുന്നു. എൻ്റെ ഷെഡ്യൂളും ടൈറ്റാണ്. എങ്കിലും പഴയ കാര്യങ്ങൾ മറന്നൊരു കോഫി എടുക്കാനുള്ള സമയം നാം കണ്ടെത്തണം. ഒരു കോളേജ് റീയൂണിയൻ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവന് ഊന്നി പറഞ്ഞു. ഓരോ ഡീലും വിജയിപ്പിക്കുന്നതിൽ നിങ്ങളുടെ പ്രൊഫഷണലിസം എത്രമാത്രം പ്രധാനമാണെന്ന് എനിക്കറിയാം. പക്ഷേ ദേവിക, നമ്മൾ തമ്മിലുള്ള ഡീൽ അതല്ലെന്ന് നിങ്ങൾക്കും അറിയാലോ. ദേവികയുടെ കൈകൾ കോഫി കപ്പിൽ മുറുകി. ദേവിക എന്ന വിളി 4 വർഷങ്ങൾക്ക് ഇപ്പുറം അവൻ പേര് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ കൃഷ്ണ, അവൾ തണുപ്പ മട്ടിൽ പറഞ്ഞു. ഓഹ്, എനിക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടൊന്നുമില്ല. വിവേക് ചിരിച്ചു. 4 വർഷം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ വഷളം ചിരി അമിതമായ ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടമല്ലെന്ന്, നിങ്ങളുടെ പാത വേറെയാണെന്നും. ആ വാക്കുകൾ എൻ്റെ ഈഗോയെ വല്ലാതെ മുറിപ്പെടുത്തി. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടം പോലും തുറന്നു പറയാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് നിങ്ങളെക്കാൾ ജൂനിയർ ആവുന്നത് അഭിമാനത്തിന് ക്ഷതമായിരുന്നു. ദേവികയ്ക്ക് മറുപടിയില്ലായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ സ്വന്തം കമ്പനിയുടെ തലവനായിട്ടാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ ക്ലയൻ്റാണ്, അഥവാ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ജൂനിയർ. അവൻ്റെ വാക്കുകളിൽ ഒരു തമാശ കലർന്നിരുന്നു. എങ്കിലും ഉള്ളിലൊരു കടുപ്പമുണ്ടായിരുന്നു. മിസ്റ്റർ കൃഷ്ണ, ഇതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്, പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല. ബിസിനസ് മീറ്റിംഗ്? അവൻ ചിരിച്ചു. ഇല്ല ദേവിക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ അവസരം. നമ്മൾ തമ്മിൽ ഒരിക്കൽ സംസാരിക്കാൻ കഴിയാതിരുന്നൊരു ഡീല്, അത് ഫൈനലൈസ് ചെയ്യാനുള്ള അവസരം. വിവേക് ചെറുതായി മുന്നോട്ട് ചാഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകളിൽ തീക്ഷ്ണമായൊരു നോട്ടം. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു ദേവിക, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ തവണ ഞാൻ നിങ്ങളിൽ നിന്നൊരു ജൂനിയർ പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. ഇത്തവണ നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയണം. നിങ്ങളുടെ എല്ലാ ഈഗോയും പ്രൊഫഷണൽ മാസ്കും അഴിച്ചു വെച്ച് 4 വർഷം മുമ്പ് നിങ്ങൾ പറയാൻ ഭയന്ന ആ അതേ എന്ന വാക്ക് നിങ്ങൾക്കറിയാമായിരിക്കും മിസ്റ്റർ കൃഷ്ണ. ദേവികയുടെ മുഖം കടുത്തു. ഞാൻ എൻ്റെ ഈഗോ കാരണം ആരും എന്നെ ജൂനിയർ എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് എൻ്റെ എതിരാളികൾ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ എതിരാളിയല്ല, ക്ലയൻ്റാണ്. നിങ്ങളുമായുള്ള ഡീൽ എൻ്റെ കമ്പനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫഷണൽ മാസ്ക് വെക്കാൻ ശ്രമിക്കുകയാണല്ലേ? വിവേക് അവൾ നോക്കി. എങ്കിൽ കേൾക്കൂ ദേവിക, ഈ ഡീൽ ഞാൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ എന്നോട് യെസ് പറയുന്നവരെ ഞാൻ നിങ്ങളുടെ ഓഫർ അംഗീകരിക്കില്ല. ബിസിനസ് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ഇതിലും മികച്ച കമ്പനികളെ കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളുടെ കരുണ വേണ്ട, എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ്. അവളുടെ കൃത്യതയും പ്രൊഫഷണൽ ഭാവം തകർന്നുപോയി.
അവൾക്ക് അവനോട് തോന്നുന്ന വികാരം ഇപ്പോഴും ശക്തമാണ്. അത് അവളുടെ നെഞ്ചിൽ കിടന്നു പിടഞ്ഞു. നിങ്ങൾ ഗെയിം കളിക്കുകയാണ്, ദേവിക പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പന്തല്ല. അതെ, വിവേക് കണ്ണുകളടച്ച് നിവർന്നിരുന്നു. ഇത് ഗെയിമാണ്. പക്ഷേ ഇത്തവണ നിങ്ങൾ പന്തല്ല, നിങ്ങൾ തന്നെയാണ് കളി നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറയണം. നിങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. ഡീല് നിങ്ങളുടെ കമ്പനിക്ക് തന്നെ. അല്ലെങ്കിൽ അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ നിങ്ങളുടെ ഓഫർ നിരസിക്കും. നിങ്ങളും നിങ്ങളുടെ കമ്പനിയും തോൽക്കും. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഈഗോയിൽ വിജയിച്ചിരിക്കും. ഈ ഡിന്നറിന് എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അവൻ ലോഡ്ജിന്റെ വാതിലിനടുത്തേക്ക് നടന്നു. നിങ്ങളുടെ തീരുമാനം അതെന്തായാലും നാളെ അറിയിക്കാം. ഞാൻ കാത്തിരിക്കും മിസ് വർമ്മ. നിങ്ങൾ എന്നെ വിളിക്കുന്നു ആ അതെ എന്ന വാക്കിനും വേണ്ടി. വിവേക് നടന്നകന്നു. ദേവിക കണ്ണുകളടച്ചു. അവളുടെ കണ്ണിലെ സിഒയുടെ ഭാവവും കോളേജ് വിദ്യാർത്ഥിയുടെ ഹൃദയം തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഈഗോയുടെ കോട്ട തകർക്കണോ അതോ പ്രണയം തള്ളിപ്പറഞ്ഞ് കോർപ്പറേറ്റ് യുദ്ധത്തിൽ വിജയിക്കണോ? ദേവിക കണ്ണുകൾ തുറന്നു. തണുപ്പുള്ള മുറിയിലെ എയർ കണ്ടീഷനിങ് ഇപ്പോൾ അവളുടെ ഉള്ളിലെ തീയണക്കുന്നില്ല. അവൾ കോഫി കപ്പെടുത്ത് മേശപ്പുറത്ത് ശക്തിയായി വെച്ചു. ഒരു സിഇഒയുടെ മനസ്സുടൻ തന്നെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇല്ല, വിവേക് കൃഷ്ണകുമ്പിൽ തലവനിക്കാൻ പറ്റില്ല. ഇതെന്റെ ബിസിനസ്സാണ്, എൻ്റെ കമ്പനിയുടെ നിലനിൽപ്പാണ്. അതിലേക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ വലിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ഫോൺ എടുത്തു. വിവേകിന്റെ പേര് കോണ്ടാക്ട് ലിസ്റ്റിൽ തപ്പി. ഇല്ല, ഇപ്പോൾ വിളിച്ച് അവൻ ജയിച്ചു. അവൾ ശാന്തമായി എഴുന്നേറ്റു. ഹെഡ് ഓഫീസിന്റെ 20ാം നിലയിൽ നിന്ന് താഴെ ഇറങ്ങാൻ ലിഫ്റ്റിന് വേണ്ടി കാത്തു നിന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. വിവേകാണ്. അവൾ കോൾ എടുക്കാൻ ഒരു നിമിഷം മടിച്ചു. എന്നിട്ടൊരു ദീർഘനിശ്വാസത്തോടെ ഫോൺ എടുത്തു. ഹലോ മിസ്റ്റർ കൃഷ്ണ. അവളുടെ ശബ്ദം തണുത്തതും പ്രൊഫഷണലുമായിരുന്നു. മറുഭാഗത്ത് വിവേകി ചിരിച്ചു. 4 മിനിറ്റ് മിസ് വർമ്മ. എൻ്റെ ഓഫർ തള്ളിക്കളയാനുള്ള തീരുമാനം എടുക്കാൻ 4 മിനിറ്റ് മാത്രം. നിങ്ങളെന്താ ഇത്ര തിടുക്കത്തിൽ? ആ യെസ് എന്ന വാക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഗെയിം കളിക്കുന്ന അവസാനിപ്പിക്കണം മിസ്റ്റർ കൃഷ്ണ. എൻ്റെ ഈഗോ കാരണം ആരും എന്നെ ജൂനിയർ എന്ന് വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്ന എൻ്റെ വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തിയെങ്കിൽ ഞാൻ ക്ഷമയോദിക്കുന്നു. പക്ഷേ ഇത് ബിസിനസ്സാണ്. എൻ്റെ കമ്പനിയുടെ ഡീൽ റദ്ദാക്കിയാൽ നിങ്ങൾക്കും നഷ്ടമാണ് ഉണ്ടാവുക. കണക്കുകളൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ദേവിക. കണക്കുകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ചില കണക്കുകൾക്ക് വിലയിടാൻ കഴിയില്ല. നിങ്ങളുടെ പ്രണയത്തിന് അതിലാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ ഈഗോയുടെ ആ കോട്ടയിൽ നിന്ന് പുറത്തു വരൂ. ഞാൻ കാത്തിരുന്നത് നിങ്ങൾ ബിസിനസ് പങ്കാളിയെ വരുന്നതിനല്ല, എൻ്റെ ജീവിത പങ്കാളിയെ വരുന്നതിനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ കമ്പനിയെ നശിപ്പിക്കണമെന്നാണോ? ദേവികയുടെ ശബ്ദം ഉയർന്നു. നശിപ്പിക്കാനോ? നേരെ വിപരീതം ദേവിക. നിങ്ങളുടെ കമ്പനിയെ ഞാൻ എൻ്റെ കമ്പനിയായിട്ട് ചേർത്ത് കൂടുതൽ വളർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെൻ്റെ ലോകമായാൽ നിങ്ങളുടെ കമ്പനി എൻ്റേതാവും. അപ്പോൾ പിന്നെ ഈഗോയുടെ പ്രശ്നമേ ഇല്ല. രണ്ടാമതൊരു സിഇഒ വേണ്ടല്ലോ, കാരണം ഞാനത് ചെയ്യും. അവൻ ചിരിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കും, ദേവിക ശാന്തമായി പറഞ്ഞു. നിങ്ങളിത് ചെയ്യുന്ന എന്നെ പ്രകോപിപ്പിക്കാനാണ്. ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി ഡീല് നേടും. നല്ലത്, അതാണ് എനിക്ക് വേണ്ടത്. എന്നാൽ നിങ്ങൾ നാളെ എൻ്റെ ഓഫീസിൽ വരുമ്പോൾ എനിക്ക് മിസ് വർമ്മയെ കാണാൻ താല്പര്യമില്ല. എനിക്ക് വേണ്ടത് 4 വർഷം മുമ്പ് ഞാൻ കണ്ട ദേവികയാണ്. ഇഷ്ടം തുറന്നു പറയാൻ ഭയന്ന, പക്ഷേ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഭക്ഷണം ചെയ്തിട്ട് ഇഷ്ടമല്ലെന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്ന ആ പഴയ ദേവികയെ. നാളെ എന്ത് നിങ്ങൾ കാണാം മിസ്റ്റർ കൃഷ്ണ. ദേവിക ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ദേവിക, റിമെമ്പർ, നിങ്ങളുടെ ഡീൽ ഫയൽ എൻ്റെ മേശപ്പുറത്തുണ്ട്. ഒപ്പം നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറയുന്നു. ഈ കളിയിൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് നേടാൻ കഴിയില്ല. ഒന്നിന് മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഡീല് വേണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ മാസ്ക് ധരിച്ചു വരിക. അതല്ല എന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു വരിക. നിങ്ങൾക്ക് എപ്പോഴും എന്നെ വേണ്ടായിരുന്നെന്നാണെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിന്നുള്ള ഈ മികച്ച ഓഫർ നിങ്ങൾ തള്ളിക്കളയേണ്ടി വരും. അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ആ ഈഗോ തകർത്തെറിയും. നിങ്ങൾ ഇഷ്ടം തുറന്നു പറയുന്ന നിമിഷം ആ ഡീല് നിങ്ങളുടെ കമ്പനിക്കുള്ളതാണ്. വിവേകിന്റെ വാക്കുകൾ ദേവികയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റായി വീശി. അവൾക്ക് ഇഷ്ടമാണ്, എങ്കിലും അവളുടെ ഈഗോ തകർത്ത് അവന് മുമ്പിൽ കീഴടങ്ങാൻ അവളുടെ കോർപ്പറേറ്റ് മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ താനൊരു പന്തായി മാറും. ലിഫ്റ്റ് താഴെയെത്തി. അവൾ കാറിൽ കയറി. അപ്പോഴും വിവേകിന്റെ വാക്കുകൾ അവളെ വേട്ടയാടി. നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് നേടാൻ കഴിയില്ല. അവൾ ഫോൺ വീണ്ടും എടുത്തു. ടൈപ്പ് ചെയ്ത് തുടങ്ങിയ മെസ്സേജ് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്തു. ഞാൻ വിവേകിന്റെ കളിയിൽ പങ്കാളിയാവില്ല. അവന്റെ ബിസിനസ് താല്പര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഗെയിം കളിക്കുന്ന എന്നെ പ്രണയിക്കുന്നതുകൊണ്ടല്ല, എൻ്റെ ഈഗോ തകർക്കാനാണ്. പിറ്റേന്ന് രാവിലെ കൃത്യം 10 മണിക്ക് ദേവിക വിവേകിന്റെ ഓഫീസിലെത്തി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കൃഷ്ണ. അവൾ ആത്മവിശ്വാസത്തോടുള്ള ചിരി വരുത്തി. അവളുടെ വസ്ത്രദാനത്തിലും വാക്കുകളിലും ഒരു സിഇഒയുടെ തികഞ്ഞ പ്രൊഫഷണലിസം. വിവേക് അവളുടെ മുഖത്തേക്ക് ദീർഘമായി നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു നിരാശ നിഴലിച്ചു. ഇന്നലെ രാത്രി വൈകി നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു മിസ് വർമ്മ. എൻ്റെ ഉറക്കം പോയി. ബിസിനസ് ചർച്ചകളിൽ രാത്രിയും പകലൊന്നുമില്ല മിസ്റ്റർ കൃഷ്ണ. പക്ഷേ എൻ്റെ ഈ ഡീലിനെ കുറിച്ച് എൻ്റെ ബോർഡ് ഇന്നലെ രാത്രി തന്നെ സംസാരിച്ചു. ഞങ്ങളുടെ ഓഫർ വർദ്ധിപ്പിക്കാൻ തയ്യാറാണ്. ഡീൽ ഉറപ്പിക്കാൻ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിവേക് ചിരിച്ചു. നിങ്ങൾ വീണ്ടും ആ മാസ്ക് ധരിച്ചിരിക്കുന്നു ദേവിക. അതെനിക്ക് ഇഷ്ടമല്ല. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഡീൽ വർദ്ധിപ്പിക്കണ്ട, എനിക്ക് വേണ്ടത് പഴയ ഡീൽ മതി.
എങ്കിലും നിങ്ങൾ എൻ്റെ ഒരൊറ്റ കണ്ടീഷൻ മാത്രം അംഗീകരിക്കുക. എൻ്റെ കമ്പനിയുടെ ലാഭവിഹിതത്തിൽ 1% കുറവ് വരുത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറയണം. മിസ്റ്റർ കൃഷ്ണ, ദേവിക ദേഷ്യം കടിച്ചമർത്തി. ഇത് കോടിക്കണക്കിന് രൂപയുടെ ഡീലാണ്. നിങ്ങൾ എന്തിനാണ് ഒരു തമാശ കളിക്കുന്നത്? തമാശയോ? ദേവിക, ഇത് തമാശയല്ല. ഇതെന്നെ 4 വർഷത്തെ കാത്തിരിപ്പാ. നിങ്ങൾ എന്നെ ജൂനിയറാക്കിയ നിമിഷം മുതൽ ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. ഈ ഡീല് ഞാൻ നിങ്ങൾക്ക് തന്നാൽ എൻ്റെ കമ്പനിക്ക് അത് വലിയൊരു മുന്നേറ്റമാവും. എന്നിട്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത് എൻ്റെ ഈഗോ കാരണമല്ല, എൻ്റെ ഹൃദയം കാരണം. അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി അടുത്തു. ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ദേവിക. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ചിരി അമിതമായ ആത്മവിശ്വാസം ഇഷ്ടമല്ലായിരുന്നല്ലോ. ആ ചിരി എൻ്റെ ദുർബലതയെ മറക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ ഭയപ്പെട്ടിരുന്നു. കാരണം എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് പേടിയായിരുന്നു. ഇന്നെനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. അവളുടെ കൃത്യതയുള്ള ഭാവം തകരാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണമായ നോട്ടം അവളുടെ ഉള്ളിൽ വീണ് കോളേജ് ദിവസങ്ങളെ വികാരമുണർത്തി. അവൾക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷേ ഈഗോ. വിവേക് അവളുടെ കയ്യിൽ പതുക്കെ സ്പർശിച്ചു. ഒരു വാക്കിൽ നിങ്ങൾ ജയിക്കും ദേവിക. നിങ്ങൾ അതേന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഇഷ്ടം അംഗീകരിച്ചു. അപ്പോൾ നിങ്ങൾ എന്നേക്കാൾ വലുതായി. നിങ്ങൾ എൻ്റെ ലോകമായി. അപ്പം നിങ്ങൾ എന്നെ ഒരു പന്തായിട്ടല്ല, മറിച്ച് എൻ്റെ ലോകത്തിൻ്റെ ഭരണാധികാരിയായി മാറും. ദേവികയുടെ ഉള്ളിലെ പോരാട്ടം മൂർധന്യാവസ്ഥയിലെത്തി. ഈഗോ അവളെ തടഞ്ഞു. എനിക്കിപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല. എങ്കിൽ ഡീലില്ല. വിവേക് കസേരയിലേക്ക് തിരികെ പോയി. അവൻ ഡീൽ ഫയൽ വലിച്ചെടുത്ത് കയ്യിലെടുത്തു. 4 വർഷം മുമ്പുള്ള അതേ തീരുമാനം. നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടം വേണ്ട. നല്ലത്. ഞാൻ എൻ്റെ കമ്പനിയുടെ നഷ്ടം സഹിക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഡീല് റദ്ദാക്കി മിസ് വർമ്മ. അവൻ ഫയൽ കീറാനായി ഉയർത്തി. വേണ്ട! ദേവികയുടെ ശബ്ദമുയർന്നു. കീറരുത്. അവൻ ആ ഫയലിലേക്ക് നോക്കി. അവൾ കിതച്ചു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. കമ്പനിയുടെ ഭാവിയാണ് അവളുടെ മുമ്പിൽ തകർന്നു വീഴുന്നത്. എന്താ ദേവിക? അവൻ ശാന്തനായി ചോദിച്ചു. നിങ്ങൾക്ക് ഈ ഡീല് വേണം, പക്ഷേ എൻ്റെ ഈഗോ തകർക്കാനും വയ്യ. നിങ്ങളെന്നോട് യെസ് പറയുന്നതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ ഈഗോ? ദേവികയുടെ തലകുനിഞ്ഞു. അവളുടെ ഉള്ളിലെ സിഒയുടെ മാസ്ക് പൂർണ്ണമായും തകർന്നുപോയി. അവൾക്ക് അവനോടുള്ള ഇഷ്ടം, കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം എല്ലാം ഒന്നായി അവളുടെ നെഞ്ചിൽ കിടന്നു പിടഞ്ഞു. വിവേക്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. വിവേക് മെല്ലെ ചിരിച്ചു. ആ ചിരിയിൽ വഷളത്തരത്തിൻ്റെ ഒരു അംശവും ഇല്ലായിരുന്നു. അവൻ കസേര വലിച്ചിട്ട് അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്നു. 4 വർഷം ഞാൻ കേൾക്കാൻ കൊതിച്ച വാക്ക്. നിങ്ങൾ ജയിച്ചു ദേവിക. ഈ ഡീൽ നിങ്ങളുടെ കമ്പനിക്കുള്ളതാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിലൂടെ എൻ്റെ ലോകം എൻ്റെ കൈവശമായി. നീ എനിക്കൊരു പന്തല്ല, എൻ്റെ രാജ്ഞിയാണ് നീ. അവനവളുടെ കരം പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എങ്കിലും നിങ്ങളൊരു കാര്യം അറിയണം. ഞാൻ നിങ്ങളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നില്ല. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗെയിം കളിച്ചത്. ദേവികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവളുടെ ഈഗോ പൂർണ്ണമായും തകർന്നു. അവൾ തലകുലുക്കി. അതെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് വിവേക്. ദേവിക തലയുയർത്തി വിവേകിനെ നോക്കി. എനിക്കിപ്പോൾ പോകണം. വീട്ടിലെ അച്ഛനോട് കാര്യങ്ങൾ പറയണം. അവളുടെ ശബ്ദത്തിൽ പുതിയൊരു ആത്മവിശ്വാസം നിറഞ്ഞു. വിവേക് അവളുടെ കയ്യിൽ പതുക്കെ അമർത്തി. ഞാൻ വരാം നിങ്ങളുടെ കൂടെ. വേണ്ട, ഇതൊരു ബിസിനസ് ഡീലല്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡീലാണ് വിവേക്. ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. അവൾ കാറോടിച്ച് വീട്ടിലെത്തുമ്പോൾ ഹൃദയം പെരുമ്പറ കൊട്ടുകയായിരുന്നു. അച്ഛൻ മിസ്റ്റർ വർമ്മ മുമ്പ് കമ്പനിയുടെ CEO ആയിരുന്നു. അദ്ദേഹമാണ് ദേവിക്ക് ഒരു ഈഗോയും പ്രൊഫഷണൽസും ഒരുമിച്ച് നൽകിയത്. അദ്ദേഹം ഇപ്പോൾ വിരമിച്ചെങ്കിലും ദേവിയുടെ എല്ലാ ബിസിനസ് തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ചും വിവേക് കൃഷ്ണയുടെ കമ്പനിയുമായിട്ടുള്ള ഡീലിനെ കുറിച്ച്. ഹാളിലെ പത്രവായനയിലായിരുന്ന അച്ഛൻ അവളെ നോക്കി. എന്തായി ദേവിക, ഡീലിന്റെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും വിട്ടുവീഴ്ചക്ക് തയ്യാറായോ? ആ വിവേക് കൃഷ്ണ അവനൊരു ജൂനിയർ മാത്രമാണ്. അവൻ്റെ അഹങ്കാരം നീ സഹിക്കേണ്ട കാര്യമില്ല. ഡീല് പോയാലും വേണ്ടില്ല, നീ എൻ്റെ മകളാണ്. ഈഗോ തകർക്കേണ്ട കാര്യമില്ല. ദേവിക്ക് ചിരി വന്നു. അച്ഛൻ്റെ വാക്കുകളിലെ ഈഗോ അവിടേതിൻ്റെ ഉറവിടമായിരുന്നു. അവൾ ശാന്തമായി അച്ഛൻ്റെ അടുത്തിരുന്ന സോഫയിലിരുന്നു. അച്ഛാ, ഡീൽ ഉറപ്പിച്ചു, അവൾ പറഞ്ഞു. വർമ്മ പത്രം താഴെ വെച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ആശ്വാസം. നന്നായി. കണ്ടില്ലേ, എൻ്റെ മകൾക്ക് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വന്നില്ല. എന്ത് കണ്ടീഷനാണ് വിവേക് വെച്ചത്? നമ്മുടെ ലാഭവിഹിതം കുറച്ചോ? ഇല്ല അച്ഛാ, ലാഭവിഹിതം കുറച്ചില്ല. പക്ഷേ വിവേക് ഒരൊറ്റ കണ്ടീഷൻ വെച്ചു. ദേവിക ഒരു ദീർഘനിശ്വാസം എടുത്തു. ഡീൽ ഉറപ്പിക്കണമെങ്കിൽ ഞാൻ അവന് ഇഷ്ടമാണെന്ന് തുറന്നു പറയണം. വർമ്മയുടെ മുഖം ചുവന്നു. എന്ത്? അവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നോ? കോടിക്കണക്കിന് രൂപയുടെ ഡീലിൽ അവൻ പ്രണയം വലിച്ചഴിച്ചെന്നു ആ വഷളന്റെ. അച്ഛാ, ദേവിക അച്ഛൻ്റെ വാക്കുകൾ മുറിച്ചു. അവളുടെ ശബ്ദം ദൃഢമായിരുന്നു. ഞാൻ അവന് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു. വർമ്മ ഞെട്ടിപ്പോയി. നീ എന്താ പറയും ദേവിക? എന്റെ കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി നീ നിന്റെ അഭിമാനം പണയം വെച്ചെന്നോ? 4 വർഷം മുമ്പ് നീ അവനെ ജൂനിയർ എന്ന് വിളിച്ചതിന്റെ പ്രതികാരമാണ് അവൻ ചെയ്ത്. ഈഗോ തകർക്കാൻ വേണ്ടി അവൻ നിന്നെ നിർബന്ധിക്കുകയായിരുന്നോ? ദേവിക അച്ഛൻ്റെ കൈകൾ പിടിച്ച്. ഇല്ല അച്ഛാ, എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ അവൻ എന്നെ സഹായിക്കുകയായിരുന്നു. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്.
4 വർഷമായിട്ട് ഞാൻ എൻ്റെ ബിസിനസ് ഈഗോയുടെ ഒരു മതിലിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വിവേകിൻ്റെ ഈ ഗെയിം എൻ്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ഒരു കാരണമായി മാറി. ഡീലിന് വേണ്ടി ഞാൻ പറഞ്ഞല്ല, എൻ്റെ ഇഷ്ടം എനിക്ക് പിടിച്ചെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ. അച്ഛൻ നിശബ്ദനായി അവളെ നോക്കി. അദ്ദേഹത്തിൻ്റെ ദേഷ്യമെല്ലാം മാഞ്ഞു. അച്ഛാ, ദേവിക തുടർന്നു. എല്ലാ ബിസിനസ് കണക്കുകളേക്കാളും വലുതാണ് ഹൃദയത്തിൻ്റെ കണക്കുകളെന്ന് വിവേക് എന്നെ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ കമ്പനിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ എൻ്റെ ഹൃദയത്തെയാണ് രക്ഷിക്കാൻ ശ്രമിച്ചത്. ഇപ്പം ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു. അവൻ അവൻ്റെ കമ്പനിയെ എൻ്റേതിനോട് ചേർത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞ പോലെ ഞാൻ അവൻ്റെ ലോകമായ ഞാനായിരിക്കും ആ ലോകത്തിലെ രാജ്ഞി. അവിടെ രണ്ടാമതൊരു സിഇഒയുടെ ആവശ്യമില്ല. വർമ്മ പതുക്കെ ചിരിച്ചു. അപ്പോ എൻ്റെ മകളൊടുവിൽ തോറ്റുമല്ലേ? തോറ്റതല്ല അച്ഛാ. ദേവികയുടെ കണ്ണുകൾ തിളങ്ങി. ജയിച്ചു. ഞാൻ എന്നെ തന്നെയാണ് ജയിച്ചത്. എൻ്റെ ഈഗോയെ ഞാൻ തോൽപ്പിച്ചു. വിവേകൻ്റെ ജീവിത പങ്കാളിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കമ്പനിയെ ഒന്നാക്കാൻ മാത്രമല്ല. അച്ഛൻ തലകുലുക്കി. വിവേക് കൃഷ്ണ, അവൻ എന്നെ പോലെ തന്നെ ഒരു ബിസിനസ് ബുദ്ധിയുള്ളവനാ. പക്ഷേ ഹൃദയം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു സിഇഒയെ ഞാൻ ആദ്യമായിട്ട് കാണുക. അവന് നിന്റെ ഈഗോയെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അവന് നിന്നെ എന്നും സ്നേഹിക്കാനും കഴിയും. അവൻ എൻ്റെ മരുമകനായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ദേവിക ആശ്വാസത്തോടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം കമ്പനിയുടെ ഡീലിൻ്റെ ഫയൽ എന്നതിലുപരി തൻ്റെ ജീവിതമാണ് പൂർണ്ണമായതെന്ന് അവൾക്ക് തോന്നി.